ആർ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കേരളത്തിലെ കോൺഗ്രസിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കുവാൻ. ശ്രീജിത്ത്, ഇന്ന് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വന്ന് ഈ നേതാക്കൾ തന്നെ അവരുടെ അണികളെ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ആളുകളെ നിയന്ത്രിക്കണം എന്ന തരത്തിലേക്ക് പ്രതികരിക്കുന്നുണ്ട്. വലിയ മാൻഡേറ്റ് നൽകിയ വോട്ടർമാരുടെ മനസ്സ് മടിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ അഭിപ്രായ പ്രകടനങ്ങൾ, പരസ്യ പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ പോകുന്നു എന്ന തിരിച്ചറിവാണോ അതിന് പിന്നിൽ? ഗോകുൽ, തീർച്ചയായും 102 സീറ്റെന്ന തിളക്കമാർന്ന വിജയം നേടിയിട്ട് അതിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലാണ് പരസ്യമായി നടക്കുന്ന പ്രതിഷേധവും ഫ്ലക്സ് വെക്കലും ഫ്ലക്സ് കീറലും കരിയോയിലൊഴിക്കലുമൊക്കെ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ ആർക്കും തന്നെ തർക്കമില്ല. എന്നാൽ നേതാക്കളുടെ നിയന്ത്രണം വിട്ട് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി സംസ്ഥാനമെമ്പാടും കാണുന്ന പ്രകടനങ്ങളും മറ്റും. ഇന്നലെ വൈകുന്നേരത്തോടെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ ഇത്തരം പ്രകടനങ്ങളെ തള്ളിപ്പറഞ്ഞു. അത് ഒരു തരത്തിലുള്ള രീതിയിലും അത്തരം നടപടികൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും അവസാനിച്ചിട്ടില്ല. കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ഫ്ലക്സുകളും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ഫ്ലക്സുകളും ഒക്കെ പല ഭാഗത്തും സ്ഥാപിക്കുന്നുണ്ട്. ഇപ്പോഴും അത്തരം നടപടികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച പ്രവർത്തകരുടെ വികാരവും വേദനകളും മാനിക്കാതെയാണ് ഇത്തരത്തിലുള്ള പരസ്യ പോരാട്ടം തുടരുന്നത്. അതാണ് കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്യാനുള്ളത് എന്ന കാര്യമാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പാർട്ടിക്ക് ഏൽപ്പിക്കുന്ന പരിക്ക് എത്രത്തോളം വലുതാണെന്ന കാര്യം ഈ ചെയ്യുന്നവർ തിരിച്ചറിയണമെന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും ശ്രീജിത്ത്, ഏതായാലും ഇനി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശവും തീരുമാനവും വരുമ്പോൾ അതിന് പിന്നാലെ തുടർ പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ ഉണ്ടാകുമോ എന്ന ആശങ്ക കൂടി നേതാക്കളുടെ പ്രതികരണത്തിലുണ്ട്. ആ ജാഗ്രത കൂടി പുലർത്തിക്കൊണ്ടാണ് എല്ലാവരും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിച്ച് നേതാക്കൾ മുന്നോട്ട് പോകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും. ഏതായാലും അണികളെ നിയന്ത്രിക്കാൻ ഈ നേതാക്കൾ തന്നെ, ക്ലെയിമുള്ള നേതാക്കൾ തന്നെ മുന്നോട്ട് വരണമെന്ന ആവശ്യം മുതിർന്ന നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നു. കാരണം ഇത്ര വലിയ മാൻഡേറ്റ് നൽകിയിട്ടും നാണം കെടുത്ത തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ശോഭ കെടുത്ത തരത്തിലേക്ക് തെരുവിൽ ഈ യുദ്ധം അല്ലെങ്കിൽ തെരുവിൽ ഈ അവകാശവാദം പോകുന്നു എന്നതാണ് സങ്കടകരമായ കാര്യമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.